Hello friends, welcome back to my channel. So friends, before going to the video, please do press the subscribe button if you haven't subscribed my channel till now, and also make sure you press the bell icon and keep it enabled so that you will get notification on my new vlogs. So let's not waste any time guys, let's go directly into the video guys. So friends, we will make Oreo Cheesecake. Oreo Biscuits are very similar to cake. We will crush the powdered bowl. This is melted butter. Mix it. Oreo crush the Oreo melted butter mix it bowl just base and spread it. We will add a bowl. Cheese add cheese into block. 200 gram cheese add. We already cheese cheese just melt wait bowl whipping cream blend whipping cream നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചീസിനെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ഒരു ഫോം ടെക്സ്ചറിലേക്ക് നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഹാഫ് ഗ്ലാസ് ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഷുഗർ നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ടേസ്റ്റ് പ്രിഫറൻസിനനുസരിച്ച് ഷുഗർ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സോഫ്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം ഹാർഡായിട്ട് ബ്ലെൻഡ് ചെയ്യരുത്. അപ്പോൾ ചിലപ്പോൾ ചീസും വിപ്പിംഗ് ക്രീമും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടേ കിട്ടുള്ളൂ. നമുക്ക് സോഫ്റ്റ് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഓറിയോൻ്റെ പൗഡേർഡ് ഉണ്ട്. ഇത് ചോക്ലേറ്റ് പൗഡറാണ്, വൈറ്റ് പൗഡർ അല്ല. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് നമുക്കിതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ എഡ്ജസും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഓറിയോ ചീസ് കേക്ക് നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇനി നമുക്ക് 3 to 4 hours റെഫ്രിജറേറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഓറിയോ ചീസായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ, ചീസ് കേക്കായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ചീസ് കേക്ക് എല്ലാവർക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ഈ ചീസ് കേക്ക് ഇന്നിപ്പോൾ നമ്മൾ ഓൾറെഡി 3 to 4 hours റെഫ്രിജറേറ്ററിൽ വെച്ചാലേ നമുക്ക് ശരിക്കുള്ള ചീസ് കേക്ക് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇന്നത് കഴിക്കുന്നില്ല, നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ ചീസ് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെയാണ് ചീസ് കേക്ക്, എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ ഉള്ള വ്ളോഗ് നാളത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എന്തായാലും അതുവരേക്കും ദിസ് ഈസ് യുവർ ഫുഡി ട്രാവലർ സൈനിങ് ഓഫ്.